ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അവിടെ ഉണ്ട് ഒരാൾ അതിന്റെ ഉള്ളിൽ പറഞ്ഞതാ. അപ്പൊ നോമ്പ് തുറക്കാൻ അധികം സമയമൊന്നുമില്ല. അപ്പൊ പണിക്ക് കഴിഞ്ഞപ്പോ പുറത്തേക്ക് ചാടിയതാണ്. നല്ല സുഖം, ഇങ്ങനെ ബാങ്കും കാത്തിങ്ങനെ ഇരിക്കാനുള്ള സുഖമല്ല. ടെറസിന്റെ മേലാണ് ഇരിക്കണ കേട്ടോ. അതുണ്ടെങ്കിൽ നല്ല രസം. നല്ല മഴക്കാറുണ്ട് കേട്ടോ. കണി കാണിച്ചു നോക്കി, നല്ല മഴക്കാർ. ഇന്ന് ഇവിടെ മഴ പെയ്യും. കണ്ടില്ലേ, നല്ല മഴക്കാറുണ്ട്. ഇവിടുത്തെ വ്യൂ കണ്ടില്ലെങ്കില് അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാന്. അപ്പൊ നമ്മള് വീടിന്റെ ടെറസിന്റെ മേലാണ് ഇരിക്കുന്നത്. പൊന്നുകൊണ്ട് പോരാ, അവിടെ കയറിക്കാൻ പാടില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് കൊറേ വീണ്ടും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് കുറച്ച് ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാം. എന്താന്ന് വെച്ചാല് മറുപടി ഇന്നലെ പറഞ്ഞില്ല, ഈ നിങ്ങളെ വീഡിയോയില് കാണുന്ന പെൺകുട്ടി ആരാണതാണ്? ഞങ്ങളെ പെൺകുട്ടിട്ടാ. ഇതാണ് പെൺകുട്ടി. ഇതാണ് ആ സുന്ദരി കുട്ടി. ഞാനാരാ പറഞ്ഞുകൊടുക്ക്. ഇതെന്താ വിളിച്ചല്ലേ? ആരാണ് പറഞ്ഞുകൊടുക്ക്. ഇതാരാ? പറഞ്ഞുകൊടുക്ക്. ഞാൻ ഇമ്മാന്നാണ് വിളിക്കല്. പറഞ്ഞുകൊടുക്ക്. അതൊക്കെ പറഞ്ഞുകൊടുക്ക്. ഓൽക്ക് പറഞ്ഞുകൊടുക്ക്. ഇമ്മാന്നാണ് വിളിക്കലില്ല. പിന്നെ ഇതാരാ പറഞ്ഞുകൊടുക്ക. മൂത്താപ്പയാണ്, മൂത്താപ്പയും മൂത്തമ്മയാണ്. പക്ഷെ മൂത്തമ്മാനെ ഇമ്മാന്ന് വിളിച്ചും മൂത്താപ്പാനെ ബാവാന്നും വിളിച്ചു അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. അപ്പൊ അനിയന്റെ മകളാണ്. അവൾ പഠിക്കണത് LKG-യിലല്ലേ? UKG ആണ്. ഒന്നും അറിയില്ല അല്ലേ? എന്റെ കൈയാണ്. എന്റെ UKG-യിലാണ് പഠിക്കണത്. മദ്രസിൽ 2 കൈയില്ലേ? അതെ. പിന്നെ ബാക്കിയുള്ള നമ്മളെ മോനാണ്. എന്തൊക്കെ വിശേഷം? എന്റെ പേരിൽ ആരൊക്കെയൊക്കെ പറഞ്ഞുകൊടുക്ക്. പറഞ്ഞുകൊടുക്ക്. ആരൊക്കെയല്ലേ പറഞ്ഞുകൊടുക്ക്? ഇമ്മ ഇപ്പ ആരൊക്കെ പിന്നുള്ളത്? അവിടേക്ക് പറഞ്ഞുകൊടുക്ക്. ആ ക്യാമറ നോക്കി ഈ പച്ചപ്പുള്ളി ഇത് അവിടേക്ക് പറഞ്ഞു. ഇമ്മ ഇപ്പ പിന്നെ ഒരു ആകാത്ത കാക്കിണ്ട്. കാക്ക ആകാത്തല്ലേ? കാക്കച്ചി. ഓളെ നല്ല ഇപ്പയാണ് ഓളെ കാക്ക. പിന്നെ നമ്മളെ കുട്ടാപ്പൂന്റെ പേരെന്താ? മാസി. താത്താന്റെ മോന് ഇവള് പറയണ്ട. മാസിക്ക് നോക്കോയി ഇവളതേ നുണക്കോയി ഓളെ അടുത്തിലെ കുട്ടിക്കും കിട്ടിക്കണം. അല്ല സൃഷ്ടിച്ചാണ്. ഇവക്ക് ഓളുണ്ടാക്കിയത്. ഓളെ നുണക്കുണി ഓളുണ്ടാക്കിയത്. കൺമശി എവിടെ കേട്ടില്ല. എന്താ പറഞ്ഞേ അവനെ? നോണക്കുഴി ഉണ്ടാക്കാന് കൺമശി എടുത്ത് ഇവിടെ അങ്ങനെ ആക്കിയതാ. യൂട്യൂബില് പലതുണ്ടാവുമല്ലോ തന്നെ. ഓളുണ്ടങ്ങനെ ഞാൻ ഗാലറിയിലൊക്കെ ഉണ്ട്. ഓക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പൊ ഗൈസ് ഗാലറിയിൽ ഉണ്ടാക്കാൻ വേണ്ടിട്ടില്ലേ? അപ്പൊ പറഞ്ഞ മൈക്ക് തിരക്കുണ്ടാക്കില്ലടാ. അപ്പൊ കണ്ടില്ല, അവള് ഞങ്ങളെ മോളാണ്. ഇളച്ചന്റെ മോളാണ്. എന്നാലും ഞങ്ങളെ മോളാണ്. കൂടുതലും ഇവിടെ തന്നെ ഉണ്ടാവല്. ഭയങ്കര രസമാണ് ആള്. ഇവിടേക്ക് വരിക ജീവനാണ്. ഒരു നേരം കണ്ടില്ലേ ഞങ്ങൾ അന്വേഷിക്കും എവിടെ ഒന്നും വന്നില്ലെങ്കിൽ സ്കൂളിൽ ഇട്ടിട്ട് എന്റെ അടുത്ത് വന്നില്ലെങ്കിൽ ഭയങ്കര പൊറുതിയേടാണ്. പ്രത്യേകിച്ച് എന്താ നിങ്ങൾക്ക് അറിയില്ല, പെൺകുട്ടി ഇല്ലായിട്ടാണോ? ഇനി പെൺകുട്ടി ഉണ്ടെങ്കിലും ഓളെ കാട്ടിക്കൂട്ടിൽ കുറച്ച് രസമാണ്. അപ്പൊ പിന്നെ ചോദിക്കണ എന്താ വെച്ചാല് എന്റെ വീട് എവിടെയാണ്? എന്റെ വീട് കുട്ടാട്ടുപാറ, ചെറുശോല കുട്ടാട്ടുപാറ. കയ്യ കടയാണ്. ചെറുശോല കുട്ടാട്ടുപാറയാണ് മാളുവിന്റെ വീട്. എനിക്ക് ഒരുപാട് ആളുണ്ട്. എന്റെ ഉമ്മ, എന്റെ ഉപ്പ, എന്റെ താഴെ 5 അനിയത്തിയാള്, 3 ആങ്ങളാര്. ഞങ്ങൾ 9 പേര്. 9 പേരാണ്. പിന്നെ 10 പേരുണ്ടായിരുന്നു, ഒരാള് മരിച്ചുപോയി. പിന്നെ 2 നാത്തൂമാരുണ്ട്. 2 അനിയന്മാര് കല്യാണം കഴിച്ചിരിക്കണ്. ഒരു അനിയന് മോലിയരാണ്. പിന്നെന്ത് ചോദിച്ചു? അതൊക്കെ തന്നെ. പിന്നെ എങ്ങനെ വെച്ചില്ലേ എന്നോട് ഒരാള്? എങ്ങനെ ലവ് മാരേജ് ആണോ അല്ലേന്ന് ചോദിച്ചു. ലവ് മാരേജ് ഒന്നല്ല, പക്ഷെ എല്ലാരും അടുത്തുനിന്നായതുകൊണ്ട് എല്ലാരും ചോദിക്കോയി. പക്ഷെ അതൊന്നല്ല. അത് ഞങ്ങള് മുമ്പത്തെ ഒരു വീഡിയോയില് പറഞ്ഞാണ്. പിന്നെ ഞങ്ങളിവിടെ ഞാൻ പറഞ്ഞ 4 ഇന്നലെ പറഞ്ഞില്ലേ, 4 ആൺകുട്ടികള്. പിന്നെ ഉമ്മ. ഞങ്ങൾ 2 കൂട്ടരും പേരതാ കണ്ടില്ല, ബാക്ക് കടിച്ചിട്ട്. അനിയന്റെ വീടാണ് ഈ തൊട്ടടുത്ത് കണ്ടില്ലേ? ഇവിടെ ഇങ്ങനെ നേരാ വീടുകളാണ്. കാരണം 5 സെന്റിലൊക്കെ ഇഷ്ടംപോലെ വീടുകളാണ്. അധികമില്ല, ഒരു 4-5 വീട്. പിന്നെ വെള്ളം കുഞ്ഞു വീടുകളാണ് അടുത്തടുത്ത്. കുഞ്ഞല്ല വലുതും ഉണ്ട്. കുയില് വീടുകളാണ്.
പക്ഷെ നല്ല അടിപൊളി സ്ഥലമാട്ടോ. കാരണം വെള്ളം കാര്യങ്ങൾ ഏതാ വേനൽക്കാലം ആയിക്കോട്ടെ, ഏത് കൊട്ട വേനൽക്കാലം നല്ല ഇഷ്ടം പോലെ വെള്ളം പൊരിവെയിലാണ്. മോൾട്ടി നിൽക്കുന്നതിന്റെ അങ്ങേപ്പുറത്ത് ഈ ചുമര് ഒന്ന്, അപ്പൊ ആ പടവ് കഴിഞ്ഞാൽ ആ തേക്കാത്ത ഒരു വീട്, പിന്നെ അതിന്റെ മേലത്തെ വെള്ള ഒരു വീട്. നമ്മുടെ വീടിന്റെ അപ്പുറം 3 വീടാണ്. 3 വീടാണ്. അതപ്പുറത്തല്ലേ 1, 2, 3. ഈ ലൈനില് 3 വീട്. പിന്നെ അതിന്റെ താഴെ കാണാൻ അതിന്റെ ഉള്ളിൽ കൂടി അവിടെ 3 വീടുണ്ട്. അവിടെ ഉണ്ട് 3 വീട്. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ ഇവിടെ 2 വീടുണ്ട്. 2 വീട്. അത് നിറച്ച് വീടാണ്. വഴി കൂട്ടിലെന്താ ആ കൂട്ടില് പടച്ചോൻ യൂട്യൂബില് വഴി ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ആ വഴി നോക്കിയാല് കള്ളന്മാരൊന്നും തന്നെ നമ്മുടെ കള്ളം തന്നെ വന്നൊരു കാര്യമില്ല. എന്തെങ്കിലും ഞങ്ങളെ പിടിച്ചോണ്ടോ ചിലപ്പോ എന്തെങ്കിലും ഇവർക്ക് പാങ്ങ് കൊടുക്കാറ് ചിങ്ങണ്ട് ഇടും. ശരിയാണല്ലേ, ഞങ്ങളെ കണ്ടിട്ട് ഒരു എന്തെങ്കിലും കൊടുക്കാറുണ്ട് പിടിച്ചിട്ട് കൈ കാണിന്. പിന്നെ അനിയന് ജോലി മീൻ കച്ചവടമാണ്. ഇപ്പൊ മീൻ കച്ചവടം കഴിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിന് മുമ്പൊക്കെ അനിയന് വീഡിയോയിലൊക്കെ ചില വീഡിയോയിൽ ഷോർട്സിലൊക്കെ ഉണ്ട്, എന്നാലും ഇങ്ങനെ കാണിച്ചു. അപ്പൊ ആളിതാ മീൻ കച്ചവടമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്. അപ്പൊ ഇതാണ് വീട്. അത് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഉണ്ട് ആള്, ഇതാ ഇവിടെ ഉണ്ട്, ഇതാ മോളൂസ്. അപ്പോൾ അനിയൻ കുഞ്ഞിപ്പ മീൻ കച്ചവടം കഴിഞ്ഞപ്പോൾ ഇതാ വന്നു. നോമ്പ് തുറക്കാൻ അധികം സമയമൊന്നുമില്ല. ഇവരെ ഓരോരോ ഭയങ്കര കളികൾ നിങ്ങൾ നോക്കിട്ട എന്താ ഈ കാട്ടിൽ നോക്കണം. ഇതിന്റെ ഈ കൂട്ടിൽ എന്താടാ ആടും കുട്ടിയാ? എന്താണ് ഈ കൂട്ടില്? എന്താണ് ഈ കൂട്ടില്? പൂച്ചക്കുട്ടിയാ? പടച്ച തമ്പുരാനെ, വലിയൊരു ജന്തുണ്ട് ഇതിലിട്ടാ. കാത്തോളിയോ, ഞാൻ ആടൻകുട്ടിയെ ചിരിക്കാണ്. പിന്നെ മീ മോനോട് ഇരിക്കേ. അപ്പൊ എന്തൊക്കെ നോമ്പ് 10 നോമ്പായില്ലേ? അല്ലല്ല 10 നോമ്പായി. അപ്പൊ എന്താണ് അതിന് കമന്റിലുണ്ടായിരുന്നെ ബാക്കിയുള്ള മക്കളങ്ങള് എന്താണ് ദർശക്ക് പറഞ്ഞയച്ചാളിന്നൊക്കെ. എന്റെ മോൻ ഈ വർഷം ദാറുലുദ്ദീക്ക് ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അതിനെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല കുട്ടീനെ ചേർക്കുന്നത്? അപ്പൊ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പരീക്ഷക്കുള്ള ഫീസൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പൊ ഇന്റർവ്യൂ ജയിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. അപ്പൊ ഇവന് ഇന്റർവ്യൂ ജയിച്ചാല് അതിക്ക് പാസ്സായാലേ ദാറുലുദ്ദീൻ എടുക്കുള്ളൂ. അപ്പൊ എല്ലാരും ദുആ ചെയ്യണം കേട്ടോ ഇവന് പാസ്സാവാന്. എന്തെല്ലാം ചോദ്യമൊന്നും അറിയില്ല. എന്താ വെച്ചാ സോഷ്യലിലേക്കാണ് പുറത്തുനിന്നുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ടാവും. പിന്നെ 5ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ 1 മുതൽ 5 വരെ പഠിച്ച കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. പിന്നെ സ്കൂളത്തെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതൊക്കെ വണ്ടിയിൽ ഉണ്ടാകും. താല്പര്യമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. തൊപ്പിയും വെള്ളക്കുപ്പായൊക്കെ ഇട്ട് നടന്നിങ്ങനെ കണ്ടതിന് മോലിട്ട് ഇത് ലുക്കില്ല ഉണ്ട്. അവനക്ക് ഭയങ്കര താല്പര്യമുള്ള മെയിന്. പിന്നെ പിന്നെ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കൊണ്ട് ഒരുപാട് ആൾക്കാർ ദുആ ഉണ്ട്. കമന്റിലൂടെ ഒരുപാട് ആൾ ദുആയിരുന്നു. ഞങ്ങളും ദുആക്ക് ഞങ്ങൾ എല്ലാവരും ദുആ വേണം. മക്കള് നല്ല രീതിയിൽ വളരാനും ഭയങ്കര സന്തോഷം ഉണ്ടായില്ലൊക്കെ. ഒരുപാട് ആൾക്കാർ ദുആ ഉണ്ട്. നമുക്ക് ഒരുപാട് ആളുകളുണ്ട് തോന്നിപ്പോവാണ്. ഒരുപാട് ആളുണ്ടെന്നുള്ളൊരു തോന്നൽ. അതെ. പിന്നെ ഞങ്ങള് ഞങ്ങള് പറഞ്ഞാൽ എന്റെ കുട്ടികളല്ല കേട്ടോ. എന്റെ കുടുംബം എന്ന് വെച്ചാല് ഞങ്ങൾ 5 പേരാണ്. അതായത് എന്റെ നേരെ താഴെ ഒരു അനിയന്, ഞാന് 2 ആള്, പിന്നെ 3 പെങ്ങന്മാര്. 3 പെങ്ങന്മാർ എന്റെ മൂത്താണ്. പഴയ വീഡിയോയിലൊക്കെ ഉണ്ടാവും. താത്താരുണ്ട്. ഞങ്ങൾ യാത്ര ചെയ്ത വീഡിയോകളൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങളിതിൽ 2 പേരും മരിച്ചിട്ടുണ്ട്, 2 കുട്ടികള്. പിന്നെ ഉമ്മ ഇപ്പൊ ചെറുപ്പത്തിലേ മരിച്ചു. 3 വയസ്സിലല്ലേ? എനിക്ക് 3 വയസ്സും അനിയന് 1.5 വയസ്സും ഉള്ള സമയത്ത് ജസ്റ്റ് ഒരു സ്വപ്നം കണ്ട ഓർമ്മയുള്ള ഉപ്പാനെ. ബാക്കി പിന്നെ ഉമ്മാന്റെ കഠിന അധ്വാനം എന്ന് പറയാം. ഇപ്പൊ ഉള്ളവർക്ക് ഇപ്പാന്റെ വില അറിയില്ല. ഇപ്പൊ ഇല്ലാത്തവർക്ക് ഇപ്പാന്റെ വില അറിയുള്ളൂ. ഇപ്പൊ ഇമ്മയുള്ളവർക്ക് ഇപ്പാന്റെ ഇമ്മാന്റെയും വില അറിയില്ല. അതുകൊണ്ടാണ് വില അറിയാത്തതുകൊണ്ടാണ് നമ്മളെ മക്കളെ നമ്മളിട്ടിക്കാണ്ട് പോണതും തല്ലണതും കൊല്ലണതും ഒക്കെ ഇമ്മാന്റെ ഇപ്പാന്റെയും വില അറിയാത്തതുകൊണ്ടാണ്. ആ വില അറിഞ്ഞോലും ഒരിക്കലും ചെയ്യൂല. അതെ, നമുക്കിങ്ങനെ ഓരോ വീട്ടിലും ഓരോ ഉപ്പാനെ കാണുമ്പോഴൊക്കെ എനിക്കത് അനുഭവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരുപാട് മിസ്സിങ് വരാറുണ്ട്. ഇന്നിപ്പോ ഞങ്ങള് ബാങ്കിക്ക് പുറത്തേക്ക് പോയിന്ന്. അപ്പൊ ഞങ്ങള് സ്വാഗതമാട്ടിൽ കൂടി വരുമ്പോ എൻ്റെ ഇപ്പാക്ക് സ്വാഗതമായിട്ട് ഹോട്ടലാണ്. അപ്പം ഇപ്പാടെ ചിരിച്ചു കാണി നിൽക്കണം. ഞാനവിടെ ഇറങ്ങി ഇപ്പാൻ്റെ അടുത്ത് കയറി. അപ്പം ഇപ്പാട് കുറച്ച് സംസാരിച്ച്. അപ്പം ഇപ്പം പറഞ്ഞ് കുറച്ച് പൊറാട്ട കൊണ്ടുപോയി പറഞ്ഞു. അപ്പം ഇന്ന് ഇപ്പം തന്ന പൊറാട്ടയാണ് കടി. പൊറാട്ട അന്ന് വിട്ടിട്ടുണ്ട്. കുറച്ച് തന്നിട്ടുള്ളൂ. എന്ന് വെച്ചാൽ 3 മണി ആയിക്കണ്. കയ്യടിന്താ ബാങ്കിക്ക് ഒരു ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങൾ ആധാരം ബാങ്കിലാണ്, അതിൻ്റെ കുറച്ച് ടെൻഷനിലാണ്. അപ്പോൾ
അതൊന്ന് നീർന്ന് കിട്ടണം. അത് നീർന്ന് ഞങ്ങൾ നീർന്ന് നിന്ന പോലായി. ഭയങ്കര ഒരു എന്താ പറയാ, ദുനിയാവിൽ ഇനി ബോധമുണ്ടെങ്കിൽ ആഹാരം വെച്ച് ആരും കളിക്കരുത്. കളിച്ചതല്ലട്ടെ, ഞങ്ങൾക്ക് കടം കുറച്ചുണ്ടായിട്ട് അത് വീട്ടാനും വേണ്ടി വെച്ചത്. വീട് വെച്ചിലൊക്കെ കുറച്ച് കടങ്ങളുണ്ടായിരുന്നു. ഒന്നുമില്ലാത്തവർന്ന് വീട് വെച്ചാണ് പൂജ്യത്തിന്ന് തുടങ്ങിയതിന്. അപ്പൊ അത് ലാസ്റ്റ് അമ്മക്ക് തന്നെ ഭയങ്കര പണിയായി. ലാസ്റ്റ് കൈകൊണ്ടൊക്കെ വയ്യാതായി, തീരെ അടക്കാൻ പറ്റാതായി. കുറെ ആൾക്കാരോടൊക്കെ ചോദിച്ചിരുന്നു, പക്ഷെ ആരും മറുപടി ഒന്നുമില്ല. പക്ഷെ ഇൻഷാ അല്ലാഹ് അടച്ചു വീട്ടണം എന്നുള്ള വാശിയുണ്ട്. എങ്ങനെയെങ്കിലും ആയിട്ട് ഇത്രേ ഉള്ളൂ. അപ്പോ ഓവർ ഡേ ആയിട്ട് മാർച്ച് മാസമായില്ലേ, ഓവർ ഡേ ആയിട്ട് ജപ്തി നോട്ടീസും ഒക്കെ വന്നിരുന്നു. ജപ്തി അല്ല, ആ വാണിംഗ് നോട്ടീസൊക്കെ വന്നിരുന്നു. ഇപ്പൊ ഏതായാലും പോയി കുറച്ച് പൈസ അടച്ച് റെഡിയാക്കി. അതെ, അത് കുറച്ച് പൈസ തന്നിരുന്നു അങ്ങനെ അല്ലേ. അതുണ്ടായിരുന്നു. വേറെ നമ്മളടുത്ത് കുറച്ചുകൂടി അറേഞ്ച് ചെയ്ത് റെഡിയാക്കി. തൽക്കാലം സമാധാനിപ്പിച്ചിട്ട് താൽക്കാലിക ആശ്വാസം, ഓവർ ഡേ തൽക്കാലം ചുരുക്കി. അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങള്. അതിന്റെ ഇടയിൽ കൂടെയാണ് ഇപ്പൊ ഞങ്ങളെ ഈ ഒരു ടെൻഷനും പോയിക്കാണ്ടും കൂടി. ഒക്കെ ശരിയായി കാര്യം എന്നിപ്പോ നമ്മളായിട്ടാണ് പഠിച്ചോ കഷ്ടപ്പെടുന്നത്. അതായത് ഇപ്പൊ മരിച്ചിട്ട് ഇപ്പൊ മരിക്കുമ്പോ ചെറിയ കൈക്കുഞ്ഞുങ്ങളാണ് എല്ലാവരും. അപ്പൊ 1.5 വയസ്സാണ് അനിയനിക്ക്. അപ്പോ ഉമ്മ കൂലിപ്പണിയൊക്കെ എടുത്ത് നാട്ടില് അടുക്കളപ്പണിയൊക്കെ എടുത്ത് വളരെ കഷ്ടപ്പെട്ടാണ്, ബുദ്ധിമുട്ടാണ്. മക്കളെ എന്താ വെച്ചാല് നമ്മളെ നാടല്ലാത്ത വേറൊരു നാട്ടിൽ വന്നുകൊണ്ടാണ് ഇവരെ പോറ്റിനെ. ശരിക്കും ഉമ്മാനിപ്പാനി നാട് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ തിരയാപ്പുറ 5 സ്ഥലത്താണ്. ഉമ്മാനായിട്ട് വന്നത്. അതിലാണ് ഇപ്പ ഉമ്മാനെ ഒറ്റക്കാക്കി കുട്ടികളെ ഒറ്റക്കാക്കി പോയി. പിന്നെ അവര് പരിചയമില്ലാതെ പുറത്തേക്ക് ഇറങ്ങാത്ത ഇമ്മയാണ്. ആ ഇമ്മാന്റെ അടുത്ത് 5 കുട്ടികളുടെ ഇപ്പം മരിച്ചുപോയി. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഇത്രയും വയസ്സ് വരെ മരിക്കുമ്പോ ഉപ്പാക്ക് 40 വയസ്സും ഉമ്മാക്ക് 35 വയസ്സിന്റെ ഇന്റെ അത്ര ഇല്ല. പിന്നെ ഇവര് കളിച്ചു വളർന്ന നാടാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഉമ്മ ഓരോ വീട്ടിലേക്ക് അടുക്കളപ്പണി ഇതിനൊക്കെ പോകും. അപ്പൊ ഞങ്ങള് ഭക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് അവിടെ വീട്ടിന്റെ അടുക്കള ഭാഗത്ത് പോയി നിൽക്കും. അതില് ഒരുപാട് വീട്ടുകാരുണ്ട്, വിളിച്ചാണ് തരിക, ബാക്കിയുള്ള ഫുഡ് വരിക, അങ്ങനെ ഒരുപാടുണ്ട്. അതൊക്കെ കുറെ പറയുകയാണെങ്കിൽ അപ്പൊ നോമ്പ് തുറക്കാൻ അധികം സമയമൊന്നുമില്ല. ഇന്ന് കുറച്ച് ടൈം കിട്ടിയിരിക്കണല്ലേ. അതെ, അപ്പൊ ഇനിയിപ്പോ സാധനങ്ങളൊക്കെ കൊണ്ടാക്കുക അല്ലേ മാളോ? സാധനങ്ങളൊക്കെ ഉണ്ടാക്കാണ്ട് താഴത്ത് കൂടെ. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖം. എന്നുണ്ടാവും, നല്ല ഒരു ക്ഷീണവും ഇല്ല, നല്ല സുഖമുണ്ട്. ഓട്സും മാള് രാവിലെ ഓട്സ് ആണ് കുടിക്കല്. ഞാൻ ഓട്സ് ഫുഡൊക്കെ കൺട്രോൾ ചെയ്യണമെന്നല്ല, ഓട്സ് ആണ് സുഖം. ചോറിനെക്കാട്ടും എനിക്കിഷ്ടം അങ്ങനത്തൊക്കെയാണ്. പിന്നെ ഔലിമീൽ കുടിച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ പോയോക്കട്ടെ. അപ്പൊ വേറൊരു വീഡിയോയിൽ വരാം അല്ലേ. അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈകിട്ട് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും